ഹലോ എവ്രിവൺ. +1 അലോട്ട്മെന്റിന് എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണ്? പല കുട്ടികളുടെയും ഒരു സംശയമാണിതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സംശയം കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് തരാനായിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മുഴുവനായിട്ടും ഈ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ. ആൻഡ് +1 അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഈ +1 അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലോഗിൻ ചെയ്യണം അല്ലെ. അതാണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എങ്കിലും എന്താണ്, നിങ്ങൾ അതിൽ കുറെ തെറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, കുറെ എറേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ഒരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. യെസ്, എന്താണ്, നിങ്ങൾക്ക് അക്ഷയ സെന്ററിൽ പോയി ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ കാൻഡിഡേറ്റ് ലോഗിന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിന്റെ ഹോൾ ടിക്കറ്റിൽ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. യെസ്. ആൻഡ് അടുത്താണ് എന്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജനന തീയതി ആവശ്യമാണ്. ആൻഡ് അടുത്താണ് എന്ത്, മൊബൈൽ നമ്പർ. യെസ്, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നിങ്ങളിവിടെ കൊടുക്കുക. മെസ്സേജും കോളും ഒക്കെ വരുന്ന ഒരു മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് നിങ്ങൾ മാക്സിമം നോക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് OTPയുടെ ആവശ്യം ഉണ്ടായിരിക്കും. യെസ്. ആൻഡ് അടുത്താണ് എന്ത്, ആധാർ കാർഡിന്റെ നമ്പർ. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ ലോഗിൻ ആവും. ഓക്കെ, ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾ, അഥവാ നമ്മുടെ എന്താണ് SSLC കുട്ടികൾക്ക് ഇത് ആവശ്യമായിട്ടില്ല. കാരണം നിങ്ങൾ രജിസ്റ്റർ നമ്പർ അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അവിടെ വന്നിരിക്കും. ഓക്കെ, അപ്പൊ മാർക്ക് ലിസ്റ്റ് ആരാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CBSE ICSE സിലബസ് പഠിച്ച കുട്ടികളാണ് ഈ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. PDF ഫോമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആൻഡ് അതിന്റെ സൈസ്, ഈ PDF ഫോമാറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, 100 KB താഴെ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക. ആൻഡ് സർട്ടിഫിക്കറ്റ്സിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ അത് ഇഷ്യൂ ചെയ്ത ഡേറ്റും ആണ് നിങ്ങൾക്ക് എന്താണ് +1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ സ്കൂളിൽ പോകുമല്ലോ, ഈ അലോട്ട്മെന്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പോകുമല്ലോ, അപ്പോഴാണ് നിങ്ങൾ എന്താണ് ഈ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് എന്താ, നമ്മുടെ ഗ്രേസ് മാർക്കിന്റെ നിങ്ങൾക്ക് റെഡ് ക്രോസ്, നമ്മുടെ NCC, സ്കൗട്ട്, ഗൈഡ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമല്ലോ നിങ്ങളുടെ കയ്യിൽ, അതിലെ ആപ്ലിക്കേഷൻ നമ്പറും ഇഷ്യൂ ചെയ്ത ഡേറ്റും, അതാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ബോണസ് പോയിന്റ് എന്ന് പറയും. നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ലിറ്റിൽ കൈറ്റ്സിലെ മെമ്പർ ആണ്, അതിൽ A ഗ്രേഡ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടും. അങ്ങനെ കുറെ കാറ്റഗറീസും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് അടുത്താണ് എന്ത്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെ, അതായത് നിങ്ങളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ്. അപ്പം നാഷണൽ ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കലോത്സവത്തിന് നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അതാണ് നമ്മൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിലെ ആപ്ലിക്കേഷൻ നമ്പറും അത് ഇഷ്യൂ ചെയ്ത ഡേറ്റും. ആൻഡ് അടുത്താണ് എന്ത്, നിങ്ങളുടെ co-curricular ആക്ടിവിറ്റീസ്, അതായത് നിങ്ങൾ ക്ലബ്ബുകളിലുണ്ടെങ്കിൽ, നമ്മുടെ IT ക്ലബ്ബ് അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ് ഫെയർ, മാത്സ് ഫെയറിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ co-curricular ആക്ടിവിറ്റിയിൽ വരുന്നത്. ഓക്കെ, യെസ്. ആൻഡ് അടുത്താണ് എന്ത്, നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS എന്ന് പറയും. അതായത് EWS എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് വീക്കർ സൊസൈറ്റി എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഈ EWSനൊക്കെ പ്രത്യേകം ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, യെസ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണ്, നമ്മൾ +1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ഫോം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. നോക്കിയേ, ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ്, ഗ്രേസ് മാർക്ക് അവാർഡ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ആൻഡ് ബോണസ് പോയിന്റ് ആർക്കൊക്കെയാന്ന് നോക്കിയേ, ബോണസ് പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ യെസ് നോക്കിയേ, NCC ഓർ സ്കൗട്ട് ഓർ ഗൈഡ്, അവിടെ രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ കിട്ടിയവർക്കായിരിക്കും ബോണസ് പോയിന്റ് ഉണ്ടാവുക. ആൻഡ് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിലുള്ളവർക്കും എന്ത് ബോണസ് പോയിന്റ് കിട്ടും. അത് മാത്രമല്ല എന്താണ്, ലിറ്റിൽ കൈറ്റ്സ് മെമ്പേഴ്സ് വിത്ത് A ഗ്രേഡ് ഉണ്ടായിരിക്കണം. മെമ്പേഴ്സ് ആയാൽ മാത്രം പോരാ, ലിറ്റിൽ കൈറ്റ്സിൽ അവിടെ A ഗ്രേഡും ഉണ്ടായിരിക്കണം. അത് മാത്രമല്ലാണ്ട് ഇത്രയും ആളുകൾക്കായിരിക്കും ബോണസ് പോയിന്റ് കിട്ടുക. ഇത് മാത്രമല്ലാണ്ട് എന്താണ്, നമ്മളിപ്പം എന്താണ് ഡിപെൻഡന്റ് ഓഫ് ജവാൻ ഇൻ സർവീസസ് ഓർ എക്സ് സർവീസ്, നിങ്ങളുടെ അച്ഛൻ ഇപ്പോൾ ആർമിയിലാണെങ്കിൽ അതിന്റെ ബോണസ് പോയിന്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആർമിയിൽ ഇരിക്കെ തന്നെ മരണം അടഞ്ഞവരുണ്ടെങ്കിൽ അതിന്റെ ബോണസ് പോയിന്റ് കിട്ടും. അപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്താ ബോണസ് പോയിന്റും കാര്യങ്ങളും കിട്ടുക. ഓക്കെ, ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, സ്പോർട്സ്, അതേപോലെ യൂത്ത് ഫെസ്റ്റിവൽ, നമ്മുടെ കലോത്സവത്തിലൊക്കെ കിട്ടിയവര്. ഓക്കെ, അതിന്റെ അടുത്താണ് എന്താ, co-curricular ആക്ടിവിറ്റീസിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താ, നമ്മുടെ NTSC ക്വാളിഫൈഡ്, പിന്നെ NMMS, USS, LSS ഇതിലൊക്കെ ക്വാളിഫൈ ചെയ്തവർക്കും അവിടെ എന്താണ് മാർക്സ് അഡീഷണൽ ആയിട്ട് കിട്ടും. ഇതിന്റെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഇഷ്യൂ ചെയ്ത ഡേറ്റും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ഫെയർ അല്ലെ, സ്റ്റേറ്റ് സയൻസ് ഫെയർ, IT ക്ലബിൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഫെയർ, മാത്സ് ഫെയർ, ഇതിനൊക്കെ പോയിട്ടുണ്ടാവില്ല, അതിന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ അതിന്റെ എന്താണ് ഇഷ്യൂ ഡേറ്റ് നിങ്ങൾക്ക് അവിടെ ആവശ്യമായിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ IT ക്ലബിൽ നമ്മൾ ഇപ്പൊ ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ അത് 2 ക്ലബിലാണ് നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റുക. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഓൾറെഡി.
ആൻഡ് അടുത്താണ് എന്ത്, നമ്മുടെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെ, വീക്കർ സെക്ഷൻ സൊസൈറ്റി അല്ലെ. ഇത് നിങ്ങൾക്ക് നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ അവിടെ യെസ് കൊടുക്കുക, അതിന്റെ ആപ്ലിക്കേഷൻ നമ്പറും അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കുക. യെസ്. ആൻഡ് അതർ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളിപ്പം ഡിഫറെന്റ്ലി ഏബിൾഡ് ആണോ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉണ്ടോ, ഇങ്ങനത്തെ ഉള്ള കേസിനൊക്കെ നിങ്ങൾക്ക് എന്താണ് അവിടെ ആവശ്യമുള്ളത്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് 40% എബോ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് +1 അലോട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ളത്. ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് അല്ല, അതിന്റെ എന്താണ് അതിലുള്ള നമ്മുടെ അതിന്റെ ആപ്ലിക്കേഷൻ നമ്പറും അത് ഇഷ്യൂ ചെയ്ത ഡേറ്റുമാണ് ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ എന്താണ് സബ്മിറ്റ് ചെയ്യണം. എപ്പോഴാണ് നിങ്ങൾ +1 അഡ്മിഷൻ എടുത്ത് ആ സ്കൂളിൽ പോകുന്ന സമയത്ത് വേണം നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ഓരോ സർട്ടിഫിക്കറ്റ്സും സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അത് മസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് വരെ ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പം ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. ഓക്കെ.